കണ്ണൂർ മണ്ഡലത്തിൽ ആവേശമുയർത്തി UDF സ്ഥാനാർത്ഥി ടി.ഒ. മോഹന് വേണ്ടി കർണാടക ഉപമുഖ്യമന്ത്രി ഡി.കെ. ശിവകുമാറിന്റെ റോഡ് ഷോ. കെ. സുധാകരനും റോഡ് ഷോയിൽ പങ്കെടുക്കുന്നുണ്ട്. കാണാം അർജുൻ കല്യാട് തയ്യാറാക്കിയ റിപ്പോർട്ട്. കണ്ണൂരിലെ UDF സ്ഥാനാർത്ഥി ടി.ഒ. മോഹനു വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് കർണാടക ഉപമുഖ്യമന്ത്രി ഡി.കെ. ശിവകുമാറും കണ്ണൂർ MP കെ. സുധാകരനും ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ടുള്ള റോഡ് ഷോയാണ് കണ്ണൂരിൽ നടക്കുന്നത്. UDF പ്രവർത്തകരെ ആകെ ആവേശത്തിലാഴ്ത്തിക്കൊണ്ടുള്ള ഒരു റോഡ് ഷോയാണ് കണ്ണൂരിൽ നടക്കുന്നത്. എന്തായാലും CPM-നെതിരെ അതിരൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ചുകൊണ്ടാണ് ഡി.കെ. ശിവകുമാർ ഈ റോഡ് ഷോയുടെ ഭാഗമായി പങ്കെടുക്കുന്നത്. അദ്ദേഹം പറയുന്നത് കേരളത്തിൽ LDF-ന്റെ ഘടകകക്ഷിയെ പോലെയാണ് NDA പ്രവർത്തിക്കുന്നത്, NDA-യുടെ ഘടകകക്ഷിയെ പോലെയാണ് LDF പ്രവർത്തിക്കുന്നത്. അതായത് ഇവർ തമ്മിലുള്ള ഡീൽ ആരോപണം ഡി.കെ. ശിവകുമാർ കൂടി ഉന്നയിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും കണ്ണൂരിലെ UDF പ്രവർത്തകരെ സംബന്ധിച്ച് കർണാടകയിലെ ഉപമുഖ്യമന്ത്രി ഡി.കെ. ശിവകുമാർ കൂടി തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനെത്തുന്നത് വലിയ ആവേശമായി മാറുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. എന്തായാലും കണ്ണൂരിൽ ഈ പറയുന്നത് പോലെ നമുക്ക് ഒരു വിജയം UDF-ന് ഉണ്ടാകുമെന്ന് തന്നെയാണ് UDF പ്രവർത്തകർ പറയുന്നത്. നമുക്കിതിന്റെ അനൗൺസ്മെന്റ് ഉൾപ്പെടെ കേൾക്കാവുന്നതാണ്. കർണാടകയിൽ, അതായത് കർണാടക ഭാഷയിൽ അനൗൺസ്മെന്റ് ഉൾപ്പെടെ നടത്തിക്കൊണ്ട് ഒരു വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു പ്രചരണം കൂടിയാക്കി മാറ്റുകയാണ് UDF പ്രവർത്തകർ. കണ്ണൂരിൽ UDF പ്രവർത്തകർ വലിയ ആവേശത്തിലേക്ക് പോകുന്നു. ഡി.കെ. ശിവകുമാർ, കെ. സുധാകരൻ, ടി.ഒ. മോഹനൻ തുടങ്ങിയിട്ടുള്ള നേതാക്കളെല്ലാം തന്നെ ഈ റോഡ് ഷോയുടെ ഭാഗമായി പങ്കെടുക്കുന്നു. വലിയ ആവേശം. UDF കണ്ണൂരിൽ വിജയമുണ്ടാക്കുമെന്നുള്ളത് തന്നെയാണ് ഇപ്പോഴത്തെ ഈ പ്രഖ്യാപനം. വീഡിയോ ജേർണലിസ്റ്റ് ദിവേഷ് റിപ്പോർട്ടർ അർജുൻ കല്യാട്, റിപ്പോർട്ടർ കണ്ണൂർ.